അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്ന് ഞമ്മക്ക് പെരുന്നാൾക്ക് ഇച്ചും കുട്ടിയാക്കും ഡ്രസ്സ് എടുത്തുക്കണേ. അപ്പം ഇന്ന് ഞാനതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ കുറച്ച് നമ്മളെ നോമ്പ് തുറക്കാറില്ലേ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതാക്കണേ, ചെരുപ്പുണ്ട്, ഷൂവുണ്ട്, മക്കളതുണ്ട്, ഇഞ്ചതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. പിന്നെ ഇതൊക്കെ ഡ്രസ്സ് കണ്ട് മാത്രമാണ് പോകരുത് കേട്ടോ. അതിൻ്റെ ബാക്കിൽ നമ്മളെ ചായക്ക് കടി ഉണ്ടാക്കണമൊക്കെ ഉണ്ട്. അതുകൂടെയൊക്കെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ തുണിയും കുപ്പായൊക്കെ ഇഷ്ടപ്പെട്ടുക്കണമെന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഇഞ്ച ചെരുപ്പാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മളെ മിന്നുട്ടിൻ്റെ ചെരുപ്പ്, പിന്നെ സനുവിൻ്റെ ചെരുപ്പ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയുമ്പോൾ ഇതും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തോന്ന് നമ്മളോട് ഒരു കൂട്ടർ ചോദിച്ചിനി കമൻറ്റിലൂടെ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. എല്ലാതും നമ്മൾ പറയുമ്പോൾ ഇതായിട്ട് നിങ്ങളോട് പറയാതൊക്കെ പറ്റുമോ? പിന്നെ അത് ഇട്ടുകാണ്ടൊക്കെ നമുക്ക് ഇനി ഇൻഷാ അല്ലാ പെരുന്നാൾക്ക് കാണാം. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഇത് നമ്മളെ സനുട്ടൻ്റെതാണ് കേട്ടോ. നല്ല ചോപ്പ് ടീഷർട്ട്, നല്ല ചുരുക്കുണ്ട്. ഓന് പറഞ്ഞതാണ് കേട്ടോ. കൊല്ലം ഇച്ച് ടീഷർട്ടും പാൻറ്റും മതി മാറ. അതിനെന്തോ ഒരു പേരും ഉണ്ട് കേട്ടോ മക്കളെ. ബൂട്ട് കട്ടോ എന്തോ ഒരു പാൻറ്റിൻ്റെ പേരും പറഞ്ഞ് ബൂട്ട് കട്ടാണല്ലോ. ഇപ്പോൾ വന്നാണല്ലോ പാൻറ്റ്. പിന്നെ ഓന് പറഞ്ഞതിന് ഷർട്ട് വേണ്ട, കൊല്ലച്ച് ടീഷർട്ട് മതി എന്ന് പറഞ്ഞതിന്. അപ്പം എന്നാൽ പിന്നെ ഓൻ്റെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ടീഷർട്ടും പാൻറ്റും. ഇത് പിന്നെ നമ്മളെ മിന്നുട്ടിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ വർത്താനം പറയണ്ട. പിന്നെ മുന്നേ ഞാനൊന്ന് എടുത്തുകൊടുന്നതിന് അതൊക്കെ പറ്റിയില്ലാന്ന് കാണുന്ന ഒരു ഒളിച്ച് പുതൂലം കൊണ്ടിട്ട് അത് കൊണ്ടുപോയി മാറ്റിച്ചതാണ് കേട്ടത്. ഇത് കൊടുന്നപ്പോഴും 30 പറ്റിയിട്ടില്ല കേട്ടോ. ഇച്ച് വേണ്ടോ, ഞാൻ ഇടൂല, ഞാൻ ചോപ്പ് ഉടുപ്പിട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞേ നൂലൊളിച്ചേര് ഞാൻ ചീത്ത പറഞ്ഞേ. മാണെങ്കിൽ അത് ഇട്ടാൽ മതി, ഈ ചൊയ്വില്ല ഈ നോമ്പ് നോറ്റിക്കാണ്ടേ അങ്ങനെ മാറ്റിയെടുക്കാനാണ്. അതിന് പിന്നെ 37 ഞാൻ പറഞ്ഞേ ഈ ഇട്ടുകാണ്ട അഭിപ്രായം പറയുക, അല്ലാതെ കണ്ടുകാണ്ടല്ല. 37 ഏതായാലും ഇട്ട് നോക്കിക്കാണ്ട് പറഞ്ഞു ഇച്ചത് മതി, നല്ല ഇഷ്ടമായിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? പിന്നെ ഇത് ഇഞ്ചതാണ് കേട്ടോ. ഇത് നമുക്ക് പെരുന്നാൾക്ക് ഇൻഷാ അല്ലാ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനില്ലതാണ്. അപ്പോൾ മാക്സി ബിറ്റാണ് കേട്ടോ അത്. അതിനോട് നമ്മൾ കഫ്താനി അടിച്ചതാണ്. ഇത് പാൻറ്റ്, ലെഗിൻസിൻ്റെ പാൻറ്റാണ്, ചോപ്പ് കേട്ടോ. ഞാൻ ആ പുള്ളിക്കനുസരിച്ചുള്ളൊരു ഇതെടുത്തതാണ്. പിന്നെ കഫ്താനി ഇതാക്കണേ അടിച്ച് വെച്ചിക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഫ്താനി തന്നെയാണല്ലോ അല്ലേ. എവിടെ നോക്കിയാലും കഫ്താനിയാണ്. അപ്പോൾ നമുക്കൊരു പൂതി കഫ്താനി അടിച്ചിടാൻ. അപ്പോൾ ഞാൻ എന്താട്ടി ചുരിദാറാക്കി, കഫ്താനി ചുരിദാറാക്കി കേട്ടോ. അപ്പോൾ ഇതാക്കണ് അങ്ങനെ അത് പിന്നെ ഇതാക്കണ ഇതാണ് നമ്മളെ ചുരിദാർ. നമ്മളെ പെരുന്നാൾക്ക് നമുക്ക് കുടിക്കൊക്കെ പോകുമ്പോഴാൻ ഒരു ചുരിദാർ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൻറ്റ് മഞ്ഞ. ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ ഗുജറാത്തി മോഡലാണോ ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കളിച്ചാണ് ഇതൊക്കെ. ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴേ നമുക്കൊരു പൂതി ഉണ്ടായിന് കേട്ടോ അങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കും കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറൊക്കെ ഇഷ്ടമായിക്കണമെന്നൊക്കെ പറയണം കേട്ടോ. ചുരിദാറും ഞാനെടുത്ത തുണി കുപ്പായൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നൊക്കെ കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഇതാണ് ഷാളുമ്മലും വർക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇക്കൊല്ലത്തെ പെരുന്നാൾ ഏതായാലും മിന്നി തെളുങ്ങിക്കൊണ്ടിരിക്കാരം. ഇഷ്ടം പോലെ കണ്ണാടി ചില്ലാണ്. ഇപ്പോൾ തന്നെ ലംഘനമുണ്ടല്ലേ. ഇപ്പം എല്ലാത്ത പെരുന്നാൾ ഇൻഷാ അല്ലാ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ അതാ ചുരിദാർ എങ്ങനെയുണ്ട് മക്കളെ? ചുരിദാറൊക്കെ സൂപ്പറായിക്കണോ? അപ്പോൾ ഇതാക്കണേ, ഇത് നമ്മളടിച്ചതാണ് കേട്ടോ. ചുരിദാർ നമ്മളടിച്ചതാണ്. എങ്ങനെയുണ്ട് ചുരിദാർ അടിച്ചിട്ട്? സൂപ്പറായിക്കണമെന്നൊക്കെ പറയണ്ടേ. അപ്പോൾ ഞാൻ ഓപ്പൺ ഇട്ട് കണ്ടല്ല കേട്ടോ അടിച്ചിരിക്കണത്. ഇപ്പോൾ എന്താ ലൈൻ കുർത്തിയോ, 2 ഭാഗവും ഇങ്ങനെ കോണായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അടിച്ച് വെച്ചിരിക്കണത്. അപ്പോൾ ഇങ്ങനെ ഇതാക്കണേ, നമ്മളവിടെ ഒരു അടിഭാഗത്ത് പിന്നെ ഒരു ഇത് കൊടുത്തിക്കണം കേട്ടോ, മുത്തൊക്കെ അല്ലേ. അങ്ങനെ ഇതാക്കണം. അങ്ങനെ അതാണ് നമ്മളെ ചുരിദാർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് പറയാം. അപ്പം ഇനി തുണി കുപ്പായവും കണ്ട് വേഗം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകലിട്ടാ. നമുക്ക് ഇനി നോൻപ് തുറക്കണ കൂടി കാണണ്ടേ. അപ്പോൾ തന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കണം കേട്ടോ. എന്നും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണ്ടേ. അല്ലെങ്കിൽ രാവിലെ നോൻപല്ലാത്തന്ന് രാവിലെയാണ് പറിച്ചോനെ എന്താപ്പോൾ കടി ഉണ്ടാക്കുക എന്നിങ്ങനെ തലേന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഇപ്പം
നമ്മൾ നേരം വെളുക്കുമ്പോൾ തുടങ്ങും പഠിച്ചോനെ ഇന്നിപ്പോൾ എന്താ നോൻപുറക്കാൻ ഉണ്ടാക്കുക, എന്താ ഉണ്ടാക്കാൻ. നിങ്ങളോട് പറയുകയാണെങ്കിൽ ചാറിനൊന്നും ഒരു മുട്ടുണ്ടാവില്ല. ഇറച്ചിയും കോഴിയായിട്ടൊക്കെ എന്നും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ തിന്ന് മടുത്തുക്കണം. ഇനി നോൻപാണ് കഴിഞ്ഞുണ്ടല്ലോ, ഇറച്ചി ഉണ്ടാവില്ല, കോഴി ഉണ്ടാവില്ല, എന്നൊരു മീനേക്കാരം. ഇപ്പം ഈ നോമ്പിൻ്റെ തന്നെയാളെ എല്ലാവരുടെ പെരയിലും ഉണ്ടാവും. ഒരു വെള്ളം ഉണ്ടാക്കാൻ കുറച്ച് കോഴിയില്ലാത്ത പെരപ്പ് എവിടെ ഉണ്ടാവില്ല അല്ലേ. അത് കഴിഞ്ഞിട്ടേ കാരണം പിന്നെ ആ ഒരു ബർക്കത്ത് തന്നെയാണ് അല്ലേ ഈ നോമ്പിൻ്റെ അന്ന് എല്ലാവരുടെ പെരയിലും ഇറച്ചിയോ കോഴിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും. അത് ഒരു ബർക്കത്ത് തന്നെയാണ് ഈ നോമ്പിൻ്റെ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിങ്ങനെ കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടിയിലിട്ടപ്പോൾ പൊള്ളച്ചൊന്നുമില്ല. പിന്നെ ഇനി ചട്ടിയിലിട്ട് പൊള്ളക്കണ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പൊള്ളക്കണ എടുക്കാമെന്നപ്പോത്തിന് അത് മറന്നും ചെയ്തു. പിന്നെയാണ് ഓർമ്മയായത് കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ എടുത്തതും പൊളച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചാറുണ്ടാക്കാൻ ഉള്ളി അരിയാനൊന്നും വെച്ച് ആവൂല എഴുതിയിട്ട് ഞാൻ എന്താട്ടി മിക്സിൻ്റെ ജാറിൽ വല്ലുള്ളിയും ജീരുള്ളിയും തക്കാളിയും ഇട്ട് അരച്ചെടുത്തു. പിന്നെ കുറച്ച് വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ കണ്ടിട്ട് എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചാറങ്ങടെ തട്ടിക്കൂട്ടണ്ടേ. ഉള്ളി അരിഞ്ഞിട്ട് വെച്ചാൽ ഭയങ്കര ഗതികളാണ്, ഇങ്ങനെ അരിഞ്ഞുത്തിറക്കണ്ടേ. ഇതാവുമ്പോൾ ചാറ്റിന് നല്ല കുറുകലും ഉണ്ടാവും. പക്ഷേങ്കിൽ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം, എന്നെങ്കിൽ ചാറ് ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ടേനി അതും കൂടിയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകം, ഉപ്പിട്ടിട്ടില്ല ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ചട്ടിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ ലേശം വെള്ളം കൂടിയാണ് പാർന്നെടുത്തു. നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളമാണ് കേട്ടോ പാർന്നെടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ലേശം ഉപ്പും കൂടെയാണ് ഇട്ട് കൊടുത്താൽ സെറ്റായി. ഇനി നമുക്ക് എന്താട്ടണം, മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ കോഴി കഴിക്കിടാം. അപ്പോൾ ഇതാക്കണ ചാറൊക്കെ നല്ല ഉസാറായിട്ട് തിളച്ചിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ വെച്ചാൽ എന്താ പറയുക, ചാറിന് ഒരു കുറുകലും കൂടി ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് ചാറ് കുറുകി വരട്ടെ, കോഴിയൊക്കെ വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് വേറെല്ലാം പണികളൊക്കെ അങ്ങനെ എടുക്കാം. അപ്പം അങ്ങനെ ഇതാക്കണേ. ഞാൻ വെള്ളം കലക്കാണ് കേട്ടോ, നാരങ്ങ കേട്ടോ കലക്കണത്. അപ്പോൾ അങ്ങനെ മിക്സിൻ്റെ ജാർക്ക് പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കുറച്ച് സമൂസ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് എന്താട്ടാ ഓരോ പണി അങ്ങനെ എടുത്ത് തീർക്കാം. അസറ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരമല്ല കേട്ടോ. 5 മണിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേന് 6 മണി 6:30 ആവും. പിന്നെ ഒരു ബേജാറാണ് കേട്ടോ, ആകൂലേ എന്നൊരു ബേജാറാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കലക്കി, നല്ല തണുത്ത വെള്ളം, ഐസും വെള്ളം. അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പം ഐസും വെള്ളം അല്ലാത്ത നാരങ്ങ വെള്ളം കുടിച്ചാൽ പാടില്ല എന്നൊക്കെ പറയണേക്കാം. അപ്പം ഞാൻ എന്താട്ടെന്നറിയാം, ഒരു പാട്ട പച്ചവെള്ളം കുടിച്ചു, എന്നിട്ടാണ് നമ്മൾ ഈ നാരങ്ങ വെള്ളം കുടിക്കുക. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ. നമ്മൾ സമൂസയൊക്കെ ചൂടാക്കി എടുത്ത് നമ്മൾ ഗ്യാസ് റോൾക്ക് ഇട്ട് വെച്ചിക്കണേ. അങ്ങനെ സമൂസ ഉണ്ടാക്കി. പിന്നെ സനുട്ടന് പള്ളിക്കൊക്കെ തുറക്കാൻ പോകും. പിന്നെ വലിയോന് ഇല്ല കേട്ടോ, ഓന് കടി കയറിയോണ്ട് ഓൻ തുറക്കാൻ വരില്ല. പിന്നെ ഞാനും മിന്നുട്ടിയല്ല ഉണ്ടാക്കണതല്ല തുറക്കാനില്ലത്. അപ്പം ഞങ്ങൾക്കിത് മതി കേട്ടോ. ഓന് വരുമ്പോൾ ഓനിക്ക് 2 എണ്ണം. അപ്പോൾ ഓരോരുത്തരും മതി. എന്നിപ്പോൾ തന്നെ അല്ലേ കരിയും പൊരിയും. ഇപ്പോൾ അത്ര നല്ലതൊന്നല്ല ഇപ്പോൾ ഈ കരിയും പൊരി ഇങ്ങനെ തിന്നല്. അപ്പോൾ ഇല്ല ഞാൻ പിന്നെ ഒരു പൊറുതിയേടുവാണ് കുട്ടി കൂടെ. അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ചൂടാക്കി. അപ്പം അങ്ങനെ ഇതാക്കണേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്തിരി ഉണ്ടായിന്, അതും ഞാനെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഇനി നാളെ വരണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകണമെന്നൊന്നും നമുക്കറിയില്ല. കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നാളെ കാണാം.